Good morning. Welcome to another session of online class. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ നമ്മൾ മൾട്ടി പ്രോഡക്റ്റിൽ എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ത്രൂപുട്ട് വേരിയബിൾസ് എന്താണെന്നുള്ളതും കൂടെ നോക്കാം. പിന്നെ ബോട്ടിലിനൊക്കെ ഉണ്ട് ഓവർ ഹെഡ് ആട്രിബ്യൂഷൻ. അപ്പം അത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. കൊറി കമ്പനി പ്രൊഡ്യൂസേഴ്സ് 3 products X, Y and Z. The capacity of Korea's plant is restricted by process alpha. ഇപ്പോൾ കൊറി കമ്പനി 3 പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്, വൈ ആൻഡ് സെഡ്. ദെൻ കൊറി പ്ലാന്റിൻ്റെ കപ്പാസിറ്റി അത് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ പ്രോസസ് ആൽഫ. ദെൻ പ്രോസസ് ആൽഫ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഓപ്പറേഷണൽ ഫോർ 8 hours per day. അപ്പോൾ 8 മണിക്കൂറാണ് പ്രോസസ് ആൽഫ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ എക്സ്പെക്റ്റഡ് മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോസസ് അവേഴ്സ് എന്ന് പറയുന്നത് 8 hours per day ആണ്. ദെൻ ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് 1200 unit ഓഫ് പ്രോഡക്റ്റ് എക്സ് പെർ അവർ, 1500 unit ഓഫ് പ്രോഡക്റ്റ് വൈ പെർ അവർ ആൻഡ് 600 unit ഓഫ് പ്രോഡക്റ്റ് സെഡ് പെർ അവർ. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ വരുന്നത് എക്സ്, പ്രോഡക്റ്റ് എക്സ് മണിക്കൂറിൽ 1200 യൂണിറ്റും പ്രോഡക്റ്റ് വൈ മണിക്കൂറിൽ 1500 യൂണിറ്റും പ്രോഡക്റ്റ് സെഡ് മണിക്കൂറിൽ 600 യൂണിറ്റുമാണ് അവർ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ആസ് ഫോളോസ്. ഇപ്പോൾ പ്രോഡക്റ്റ് എക്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 150, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 80, ദെൻ ത്രൂപുട്ട് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 70. Then Y 130, 40 and 90. Then product Z, selling price 300, material cost 100, then throughput per unit എന്ന് പറയുന്നത് 200 ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആർ ₹7,20,000 per day. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 7,20,000 ആണ് പെർ ഡേ വരുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് പെർ ഡേ. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഡെയിലി ഔട്ട്പുട്ട് അച്ചീവ്ഡ് ഈസ് 6000 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എക്സ്, 4500 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് വൈ ആൻഡ് 1200 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് സെഡ്. അപ്പോൾ ഡെയിലി പ്രൊഡക്ഷൻ പ്രോഡക്റ്റ് എക്സ് 6000 യൂണിറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വൈ 4500 യൂണിറ്റും സെഡ് 1200 യൂണിറ്റ് അവർ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഫോർ ഈച്ച് പ്രോഡക്റ്റ്. ദെൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിമാൻഡ് റെസ്ട്രിക്ഷൻസ് ഫോർ ദ 3 പ്രോഡക്റ്റ്. നമുക്കിങ്ങനെ ഡിമാൻഡ് റെസ്ട്രിക്ഷൻസ് അവർ പറയണില്ല, അതായത് 6000, 4500 അങ്ങനെ പറയുന്നില്ല. ദെൻ കൊറീസ് മാനേജ്മെൻറ്റ് ഓൺ ദ ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ. അപ്പോൾ അഡ്വൈസ് കൊറീസ് മാനേജ്മെൻറ്റ് ഓൺ ദ ഓപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ. അപ്പോൾ ഇത്രയാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് പെർ ഡേ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് പെർ ഡേ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? പ്രോഫിറ്റ് പെർ ഡേ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പം നമുക്ക് നോക്കാം ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത് എന്ന്. ഇപ്പോൾ പ്രോഡക്റ്റ് എക്സിൻ്റെ ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ ഈക്വൽ ടു 70 ഇൻറ്റു എത്ര യൂണിറ്റ് ആണ് പ്രോഡക്റ്റ് എക്സ്
അവരെ അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നത് 6000 യൂണിറ്റ് ആണ്. അപ്പോൾ 70 ഇൻറ്റു 6000 പ്ലസ് ദെൻ പ്രോഡക്റ്റ് വൈഡ് എത്രയാണ് വരുന്നത്? 90 ആണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. 4500 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലസ് ദെൻ പ്രോഡക്റ്റ് സെഡിൻ്റെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 200 ആണ് ഇൻറ്റു 600 അല്ലേ? 600 യൂണിറ്റ് ആണ് അവർ 1200 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അഥവാ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 7,20,000 ആണ്. മൈനസ് 7,20,000 ദെൻ ഇസ് ഈക്വൽ ടു 7,42 4,20,000 പ്ലസ് 4,05,000 പ്ലസ് 2,40,000 മൈനസ് 7,20,000. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,65,000 മൈനസ് 7,20,000 is equal to 3,45,000. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ ഡേ എന്ന് പറയുന്നത് 3,45,000 ആണ് വരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനാണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താ? TPAR is equal to റിട്ടേൺ പെർ ഫാക്ടറി അവർ divided by cost per factory hour. Cost per factory hour. Then ആദ്യം നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവർ കമ്പ്യൂട്ട് ചെയ്യാം. റിട്ടേൺ പെർ ഫാക്ടറി അവർ is equal to throughput per hour divided by time per unit. Then നമുക്ക് പ്രോഡക്റ്റ് എക്സിൻ്റെ കേസ് എടുക്കാം. പ്രോഡക്റ്റ് എക്സ് ത്രൂപുട്ട് പെർ അവർ എത്രയാണ് നമുക്ക് വരിക? അപ്പോൾ പെർ യൂണിറ്റ് 70 ആണ്. ദെൻ അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1200 യൂണിറ്റ് പ്രോഡക്റ്റ് എക്സ്, 1500 യൂണിറ്റ് പ്രോഡക്റ്റ് വൈ, ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു അല്ലേ 70 ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ 1. ടൈം പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ അവറിലാണ് 1200 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 70 ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 70 ഇൻറ്റു 1200 എന്ന് കൊടുത്താലും മതി. ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 84,000. ദെൻ നമുക്കിതുപോലെ തന്നെ പ്രോഡക്റ്റ് വൈക്ക് വരുന്നത് 90 ആണ്. 90 ഇൻറ്റു 1500 യൂണിറ്റ് പെർ അവർ ആണ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 90 ഇൻറ്റു 1500 വരും. ഈക്വൽ ടു 1,35,000. ദെൻ നമുക്കിനി പ്രോഡക്റ്റ് സെഡ് കാണാം. പ്രോഡക്റ്റ് സെഡ് നമുക്ക് എത്രയാണ് വരുന്നത്?
200 ആണ് ത്രൂപുട്ട് പെർ അവർ വരുന്നത്. ദെൻ ഇൻറ്റു 600 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇസ് ഈക്വൽ ടു 1,20,000. 1,20,000. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടി. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് പെർ ഫാക്ടറി അവർ ആണ്. അപ്പോൾ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത്? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് അഥവാ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക് is equal to ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് അഥവാ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 7,20,000 ആണ്. ദെൻ പ്രോസസ് ആൽഫ എങ്ങനെയാണ് എടുക്കുന്നത്? 8 hours പെർ ഡേ ആണ് അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം വരുന്നത്. അപ്പോൾ 7,20,000 ഡിവൈഡഡ് ബൈ 8 90,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? ടോട്ടൽ അല്ലെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ നമുക്ക് കാണാം. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ആണ്. ദെൻ പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ നമുക്ക് എത്രയാണ് വരുന്നത്? 84,000 ഡിവൈഡഡ് ബൈ 90,000 ഈസ് ഈക്വൽ ടു 0.93. ദെൻ പ്രോഡക്റ്റ് വൈ 1,35,000 divided by 90,000 is equal to 1.50. Then product Z 1,20,000 divided by 90,000 is equal to 1.33. അപ്പോൾ ഇത്രയാണ് നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വരുന്നത്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിമാൻഡ് റെസ്ട്രിക്ഷൻസ് ഫോർ ദ 3 പ്രോഡക്ട്സ് അഡ്വൈസ് കൊറീസ് മാനേജ്മെൻറ്റ് ഓൺ ദ ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. അപ്പോൾ ഇതിൽ ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ഏതാന്നുള്ളത് നമ്മൾ പറയണം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കൊരിക്കലും നമ്പർ ഓഫ് ഫാക്ടറി അവേഴ്സ് അവൈലബിൾ ദാറ്റ് ഈസ് 8 hours പെർ ഡേ അത് നമുക്കൊരിക്കലും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ആണ്, അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ ബോട്ടിൽ നെക്ക് റിസോഴ്സസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ത്രൂപുട്ട് ഉണ്ടാക്കാനാണ്, അതുവഴി മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് കമ്പനിക്ക് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം? പ്രോഡക്റ്റ് വൈ ആണ് നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഹയസ്റ്റ് വരുന്നത്. പ്രോഡക്റ്റ് വൈക്കാണ് 1.50 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മേക്കിംഗ് ആൻഡ് സെല്ലിംഗ് പ്രോഡക്റ്റ് വൈ അതായിരിക്കും നമുക്ക് ഏത് തരുന്നത്? പ്രോഫിറ്റ് കൂടുതലായിട്ട് തരുന്നത്. പ്രൂവ് ചെയ്ത് നോക്കാം നമുക്ക് അത് ശരിയാണോ എന്നുള്ളത്. അപ്പം അത് ചെയ്ത് നോക്കണം എന്നൊന്നുമില്ല. അത് ഹയസ്റ്റ് TPR തരുന്നത് ഏതാ വെച്ചിങ്ങ അത് തന്നെയായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? മേക്കിംഗ് ആൻഡ് സെല്ലിംഗ് പ്രോഡക്റ്റ് വൈ അതാണ് വരിക. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കതൊന്ന് നോക്കാം. പ്രോഡക്റ്റ് വൈയുടെ കേസ് എടുക്കുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് പെർ ഡേ എത്രയാണ് വരിക? നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് പെർ ഡേ നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാം? 1,500 യൂണിറ്റ് ആണ് വൈ മണിക്കൂറിൽ അല്ലേ? ഒരു മണിക്കൂറിൽ 1,500 യൂണിറ്റ് ആണ് പ്രോഡക്റ്റ് വൈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ വരെ
പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 1500 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു നമുക്ക് 12,000 യൂണിറ്റ് കിട്ടും. അപ്പോൾ ഒരു ദിവസം 12,000 യൂണിറ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അവരുടെ ടോട്ടൽ ത്രൂപുട്ട് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ടോട്ടൽ ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു അവർക്ക് എത്ര വരും? ഒരു ദിവസം അവർക്ക് 12,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 90 ആണ്. ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 90 ആണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് 10,80,000 ആണ് അവരുടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്ന് ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് 7,20,000 ആണ് വരുന്നത്. 7,20,000 നമുക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3,60,000 ആണ്. പ്രോഫിറ്റ് പെർ ഡേ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റ് എക്സും വൈയും സെഡും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൂന്നിൻ്റെയും ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചപ്പോൾ നമുക്ക് 3,45,000 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മളിവിടെ പ്രോഡക്റ്റ് വൈ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ എക്സും സെഡും പ്രൊഡ്യൂസ് ചെയ്യാതെ പ്രോഡക്റ്റ് വൈ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർ ഡേ എത്ര കിട്ടുന്നുണ്ട്? 3,60,000 കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പ്രോഡക്റ്റ് വൈ മാത്രം നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അതായിരിക്കും പ്രോഫിറ്റബിൾ എന്ന് നമുക്ക് പറയാം. ഇനി പ്രോഡക്റ്റ് എക്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ത്രൂപുട്ട് <1 ആവുമ്പോൾ അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ <1 ആണെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ നല്ലത്. അവിടെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, അത് ലോസസ് ആണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പ്രോഡക്റ്റ് സെഡ് <1 വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് പെർ ഡേ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് സെഡിൻ്റെ കേസ് അല്ലേ എടുക്കുന്നത്. സെഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാ വരിക? 600 ആണ് അവരുടെ അല്ലേ. മണിക്കൂറിൽ 600 യൂണിറ്റ് ആണ് പ്രോഡക്റ്റ് സെഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർക്ക് ഒരു ദിവസം 8 അല്ലേ മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. 4,800 യൂണിറ്റ് ആണ്. ദെൻ അവരുടെ ടോട്ടൽ ത്രൂപുട്ട് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? ഒരു ദിവസം അവർക്ക് 4,800 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. പെർ ത്രൂപുട്ട് പെർ യൂണിറ്റ് 200 രൂപയാണ് വരുന്നത്. അപ്പോൾ 4,800 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ നമുക്ക് 9,60,000 ആണ് വരിക. 9,60,000 നമുക്ക് വരും. ദെൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 7,20,000 ആണ്. 2,40,000 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് XYZ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് പെർ ഡേ എന്ന് പറയുന്നത് 3,45,000 ഉണ്ട്. നമ്മൾ പ്രോഡക്റ്റ് സെഡ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ <1 ആണ്. പക്ഷേ നമുക്ക് അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പെർ ഡേ പ്രോഫിറ്റ് നമുക്ക് 2,40,000 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് അപ്പോൾ ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് വൈ തന്നെയാണ് ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ബോട്ടിൽ നെക്ക് ആൻഡ് ഓവർ ഹെഡ് ആട്രിബ്യൂഷൻ നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകാം? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു വാണ്ടറിങ് ബോട്ടിൽ നെക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. വാണ്ടറിങ് ബോട്ടിൽ നെക്ക് അപ്പോൾ ഈ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ദ ഐഡൻറ്റിഫൈഡ് കീ ബോട്ടിൽ നെക്ക് ഈസ് not fully utilized because of a temporary limitation elsewhere. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ബോട്ടിൽ നെക്ക് അല്ലെങ്കിൽ കൺസ്ട്രൈൻസ് എവിടെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്നുകിൽ അത് എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കൺസ്ട്രൈൻ്റ് ആണെങ്കിൽ
നോൺ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഈ ബോട്ടിൽ നെക്ക് റിസോഴ്സസിനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉൽപ്പാദനം നടത്താം. അങ്ങനെയാണ് നമ്മൾ ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിമിതി കാരണം നമുക്ക് ഈ കീ ബോട്ടിൽ നെക്ക് അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കീ ബോട്ടിൽ നെക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ മോശമാകുന്നത് മൂലം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പോളിസി മൂലമാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ആൻഡ് സെയിൽസ് ആൻഡ് ഡിമാൻഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവാം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മൂലം എന്തുണ്ടാവാം, ഈ ഒരു ബോട്ടിൽ നെക്ക് ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ഇഫ് ദർ ഈസ് എ വാണ്ടറിങ് ബോട്ടിൽ നെക്ക്, അപ്പോൾ അവിടെ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് അവിടെ ഉണ്ടെങ്കിൽ ദ ആക്ച്വൽ ടൈം ഓൺ ദ കീ റിസോഴ്സസ് ഈസ് യൂസ്ഡ്. നമ്മൾ കീ റിസോഴ്സസിൻ്റെ ആക്ച്വൽ ടൈം വേണം എടുക്കാനായിട്ട്, നോട്ട് ദ ആക്ച്വൽ ടൈം ഓൺ ദ വാണ്ടറിങ് ബോട്ടിൽ നെക്ക്. അപ്പോൾ വാണ്ടറിങ് ബോട്ടിൽ നെക്കിൻ്റെ ആക്ച്വൽ ടൈം അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, പകരം കീ റിസോഴ്സസിൻ്റെ ആക്ച്വൽ ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഓവർഹെഡ് ഷുഡ് ബി attributed or added to product cost according to their usage of bottleneck resources. അപ്പോൾ bottleneck റിസോഴ്സസുകളുടെ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് പ്രോഡക്റ്റ് കോസ്റ്റുകളിലെ ഓവർ ഹെഡ് ആഡ് ചെയ്യാം എന്നുള്ളത് ഇതിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഒരു ബോട്ടിൽ നെക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, കീ ബോട്ടിൽ നെക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഒരു ടെമ്പററി ലിമിറ്റേഷൻ വരെ നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം കാരണം നമുക്ക് ഈ ഐഡൻറ്റിഫൈഡ് കീ ബോട്ടിൽ നെക്ക് നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ അതാ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ആ ഒരു കൺസ്ട്രൈൻറ്റിനെയാണ് നമ്മൾ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ഹെഡ് നമുക്ക് പ്രോഡക്റ്റ് കോസ്റ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ദെൻ അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ത്രൂപുട്ട് കോസ്റ്റ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് അഥവാ യൂസേജ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഇൻറ്റു ബജറ്റഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ മിനിറ്റ്സ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ആണ്. അപ്പം ഇവിടെ ത്രൂപുട്ട് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ത്രൂപുട്ട് കോസ്റ്റ് ഈസ് ഈക്വൽ ടു throughput cost is equal to standard minutes of throughput into cost per factory minute. കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻസി പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇവിടെ എഫിഷ്യൻസി പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എഫിഷ്യൻസി പെർസെൻറ്റേജ് is equal to throughput cost divided by actual total factory cost into 100. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി പെർസെൻറ്റേജ് is equal to throughput cost divided by actual TFC into 100 ആണ് നമുക്ക് വരുന്നത്. അതിലെ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 100%-നേക്കാളും താഴെ ആവാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോ 100%-നേക്കാളും താഴെ വരുന്നത് രണ്ട് സിറ്റുവേഷൻസിലാണ്. ഒന്ന്, ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ബജറ്റഡ്. ആക്ച്വൽ ഔട്ട്പുട്ട് ബജറ്റഡ് ഔട്ട്പുട്ടിനേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ,
അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷനിലെ വോണ്ടറിങ് ബോട്ടിൽ നെക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റഡ് ഔട്ട്പുട്ടിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കാരണം ടെമ്പററി ലിമിറ്റേഷൻസ് പ്രകാരം നമുക്ക് ഐഡൻറ്റിഫൈഡ് കീ ബോട്ടിൽ നെക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ മെഷീൻ അവേഴ്സ് ആണ് നമ്മുടെ ബോട്ടിൽ നെക്ക് എന്ന് കീ ബോട്ടിൽ നെക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ മെഷീൻ അവേഴ്സ് നമുക്ക് കൺസ്ട്രൈൻഡ് ആണ്. ഇപ്പോൾ 4000 അവേഴ്സ് പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കതിനനുസരിച്ച് ഇപ്പോൾ പെട്ടെന്ന് മെറ്റീരിയലിൻ്റെ ഒരു ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ സ്കിൽഡ് ലാബേഴ്സിൻ്റെ ഒരു ഷോർട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു 4000 കീ റിസോഴ്സസ് 4000 അവേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ വോണ്ടറിങ് ബോട്ടിൽ നെക്കാണത്. അത് വോണ്ടറിങ് ബോട്ടിൽ നെക്കാണ്. ഇപ്പോൾ 4000 അവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ടൈം. നമ്മുടെ കീ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ആണ്. പക്ഷേ നമുക്ക് ലാബേഴ്സിൻ്റെ ഒരു ഡെഫിഷ്യൻസി അവിടെ ഉണ്ടായി. സോ നമുക്ക് 4000 അവേഴ്സ് ഫുള്ളി നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത്രയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായി സാധിച്ചില്ല. വോണ്ടറിങ് ബോട്ടിൽ നെക്കാണ്. അപ്പോൾ നമ്മളത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബഡ്ജറ്റഡ് ഔട്ട്പുട്ടിനേക്കാളും കുറവാണ് ആക്ച്വൽ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി റേഷ്യോ 100%-നേക്കാളും കുറവായിട്ട് വരും. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഔട്ട്പുട്ടിൻ്റെ എണ്ണം കുറയും. കാരണം നമുക്ക് റിജക്റ്റഡ് പാർട്ട് കൂടുതൽ വരികയാണെങ്കിൽ, റിജക്റ്റഡ് യൂണിറ്റ്സ് നമുക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബഡ്ജറ്റഡിനേക്കാൾ കുറവായിരിക്കും ആക്ച്വലി വരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് എക്സീഡ് ബഡ്ജറ്റഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് വരുന്നത് വെച്ചാലും നമ്മുടെ എഫിഷ്യൻസി റേഷ്യോ 100%-നേക്കാളും താഴേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കേസുകളിലും എഫിഷ്യൻസി റേഷ്യോ 100%-നേക്കാളും താഴെ ആയിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം, ലേബർ എഫിഷ്യൻസി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലേബർ എഫിഷ്യൻസിയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലേബർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻറ്റു 100. അപ്പം ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് ലേബർ എഫിഷ്യൻസി കമ്പ്യൂട്ട് ചെയ്യും. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 3 നമുക്കൊന്ന് നോക്കാം. എ ഫാക്ടറി ഹാസ് എ കീ റിസോഴ്സസ് ഓഫ് ഫെസിലിറ്റി എ വിച്ച് ഈസ് അവൈലബിൾ ഫോർ 6260 മിനിറ്റ് പെർ പീരീഡ്. അപ്പോൾ ഫാക്ടറിയിലെ കീ റിസോഴ്സസ് എന്ന് പറയുന്നത്, അതായത് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് എന്ന് പറയുന്നത് ഫെസിലിറ്റി എ ആണ്. അതവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6260 മിനിറ്റ് പെർ പീരീഡ് ആണ്. അപ്പോൾ 6260 മിനിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് 2 പ്രോഡക്റ്റ് എക്സ് ആൻഡ് വൈ. 2 പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സും വൈയും. അതിലെ എക്സ് റിക്വയേഴ്സ് 1 മിനിറ്റ് ആൻഡ് വൈ റിക്വയേഴ്സ് 2 മിനിറ്റ്സ് ഇൻ ഫെസിലിറ്റി എ. അതിലെ എക്സ് 1 മിനിറ്റും വൈ 2 മിനിറ്റ്സും ആണ് എടുക്കുന്നത്. ഡ്യൂറിങ് എ വീക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ 4750 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ് ആൻഡ് 650 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് വൈ. ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് 15,650 ആണ്. Calculate throughput cost for the week, then efficiency percentage and comment on the possible reasons for the efficiency percentage calculated. അപ്പോൾ നമ്മളോട് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദ വീക്കും പിന്നെ എഫിഷ്യൻസി പെർസെൻറ്റേജും ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. ദെൻ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതും കൂടെ, പോസിബിൾ റീസൺസും കൂടെ നമ്മളോട് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏത് കമ്പ്യൂട്ട് ചെയ്യാം, ത്രൂപുട്ട് കോസ്റ്റ് ഫോർ വീക്ക് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ത്രൂപുട്ട് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്, ത്രൂപുട്ട് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഇൻറ്റു കോസ്റ്റ് പെർ
ഫാക്ടറി മിനിറ്റ്സ്. ഇപ്പോൾ ത്രൂപുട്ട് കോസ്റ്റ് ഇസ് ഈക്വൽ ടു standard minute of throughput into cost per factory minute. മിനിറ്റിൽ തന്നാൽ മിനിറ്റിൽ എഴുതുക. കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്. നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഫോർ ദ വീക്ക് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഫോർ വീക്ക്. നമുക്ക് വീക്കിലല്ലേ കാണാനുള്ളത്. ഫോർ വീക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് വരിക? പ്രോഡക്റ്റ് എക്സ് 1 മിനിറ്റാണ് എടുക്കുന്നത്. ഒരാഴ്ചയിലെ വീക്കിലി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്ഷൻ 4750 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇതെന്ന് പറയുന്നത് 4750 ഇൻറ്റു 1 അല്ലേ, പ്ലസ് പ്രോഡക്റ്റ് വൈ എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട്? 2 മിനിറ്റ്സ് ആണ് ഫെസിലിറ്റി എ യൂസ് ചെയ്യുന്നത്. 650 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 650 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4750 പ്ലസ് 1300 ഇസ് ഈക്വൽ ടു 6050 ആണ് വരുന്നത്. ദെൻ നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് കാണാം. കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാ വരുന്നത്? മിനിറ്റ് അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക്. മിനിറ്റ് available in bottleneck. Minute available in bottleneck is equal to total factory cost നമുക്ക് തന്നിട്ടുണ്ട് 15,650 ആണ്, 15,650 ഡിവൈഡഡ് ബൈ മിനിറ്റ് അവൈലബിൾ ഇൻ ബോട്ടിൽനെക്കും നമുക്ക് തന്നിട്ടുണ്ട് 6,250 ആണ്. 6,260 60 ആണ് നമുക്ക് വരുന്നത്. ഇസ് ഈക്വൽ ടു 2.5 അല്ലേ, 2.5 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ത്രൂപുട്ട് കോസ്റ്റ് ഫോർ വീക്ക് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതായത് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഇൻറ്റു കോസ്റ്റ് പെർ ഫാക്ടറി ആണ്. അപ്പോൾ ത്രൂപുട്ട് കോസ്റ്റ് for the week is equal to 6050 into 2.5 is equal to 15,125. 15,125. ഇനി നമുക്ക് എന്ത് കാണാം? എഫിഷ്യൻസി കമ്പ്യൂട്ട് ചെയ്യാം ഇല്ലേ? എഫിഷ്യൻസി പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യാം. എഫിഷ്യൻസി പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് അല്ലേ, ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ TFC, ആക്ച്വൽ ടോട്ടൽ ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് 15,125 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് 15,650. 15,650 into 100 is equal to 96.6%.
96.6% നമുക്ക് വരും. അപ്പം ഇവിടെ ഈ ഒരു ഇതിൽ നോക്കി നോക്കിയേ, നമുക്ക് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഓഫ് ഫെസിലിറ്റി എ എന്ന് പറയുന്നത് 6260 അവേഴ്സാണ്. അപ്പം നമുക്ക് കീ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6260 അവേഴ്സാണ്. അപ്പം ഇത്രയും അവേഴ്സ് നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ എത്രയാ യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, 6050 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. 6260 നമുക്ക് മിനിറ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ നമുക്ക് 6050 സ്റ്റാൻഡേർഡ് മിനിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് വാണ്ടറിങ് ബോട്ടിൽ നെക്ക് കോസിങ് ഫെസിലിറ്റി എ ടു ബി അണ്ടർ യൂട്ടിലൈസ്ഡ് ഓർ ഇൻഎഫിഷ്യൻസി ഇൻ ഫെസിലിറ്റി എ. ബജറ്റഡിനേക്കാളും കുറവാണ് നമുക്ക് ആക്ച്വലി വരുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പ്രസൻസ് ഓഫ് വാണ്ടറിങ് ബോട്ടിൽ നെക്കാണ്. നമ്മൾ ഫെസിലിറ്റി എ അണ്ടർ യൂട്ടിലൈസ്ഡ്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അല്ലെങ്കിൽ പിന്നെ ഇൻഎഫിഷ്യൻസി ഇൻ ഫെസിലിറ്റി എ ആണ്. അത് എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ട് ആവാം. അപ്പം ഇത്രയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്കിതിൽ വരുന്നത് അനാലിസിസ് ഓഫ് ത്രൂപുട്ട് ഓർ ത്രൂപുട്ട് വേരിയബിൾസ് ആണ്. അനാലിസിസ് ഓഫ് ത്രൂപുട്ട് ഓർ ത്രൂപുട്ട് വേരിയബിൾസ്. അപ്പം നമുക്ക് ത്രൂപുട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ത്രൂപുട്ട് കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? സെയിൽസ് റവന്യൂ മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അഥവാ ട്രൂലി മെറ്റീരിയൽ കോസ്റ്റ്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടുന്നതാണ്. ദെൻ ഈ ത്രൂപുട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് മറ്റൊരു ഫോർമുല കൂടെ വരുന്നുണ്ട്. വേറൊരു രീതിയിലും നമുക്ക് ഏത് ചെയ്യാം? ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം നമുക്ക് ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുലാസ് എന്തൊക്കെയാണ്, ആ ഫോർമുലയിൽ എന്തൊക്കെ വേരിയബിൾസ് ആണ് അതിൽ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 വേരിയബിൾസ് അല്ലെങ്കിൽ 3 കോമ്പോണൻ്റ് ആണ് നമുക്ക് ആ ഫോർമുലയിൽ വരുന്നത്. അപ്പോൾ ആ 3 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി, ദെൻ പ്രോസസ് പ്രൊഡക്ടിവിറ്റി, തേർഡ് വൺ പറയുന്നത് പ്രോസസ് ക്വാളിറ്റി yീൽഡ്. ഇങ്ങനെ 3 വേരിയബിൾസ് ഓർ കോമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ ഏത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി, മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി. Then second one process productivity. Then third one process quality yield. Quality yield. അപ്പോൾ ഈ 3 കോമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ത്രൂപുട്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി ഇൻറ്റു മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി ഇൻറ്റു process productivity into process quality yield. പ്രോസസ് ക്വാളിറ്റി yield. അപ്പോൾ ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്രൂപുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് നോക്കാം. ഈ മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുകയെന്ന് നോക്കാം. മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ടു ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ആണ്. അപ്പോൾ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈമിലെ
വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈമിൻ്റെ ആ പ്രപ്പോർഷൻ എത്രയാണ്, അതാണ് നമ്മൾ മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസീസിൽ പറയുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പം മൊത്തം നമുക്ക് വരുന്ന സമയത്തിൽ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം എത്ര, അതാണ് മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി. അപ്പോൾ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇനി പ്രോസസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ആണ്. ടോട്ടൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം. ഇപ്പോൾ ടോട്ടൽ യൂണിറ്റിനെ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോസസ് പ്രൊഡക്ടിവിറ്റി എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി പ്രോസസ് ക്വാളിറ്റി ഈൽഡ് എന്ന് പറയുന്നത് ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ആണ്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് ഗുഡ് ആൻഡ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നല്ല യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, ഡിഫക്റ്റീവ് യൂണിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോസസ് ക്വാളിറ്റി ഈൽഡ് പറയുന്നത് ടോട്ടൽ യൂണിറ്റിലെ ഗുഡ് യൂണിറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്ര. അപ്പോൾ ഗുഡ് യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്, അതിനെയാണ് നമ്മൾ പ്രോസസ് ക്വാളിറ്റി ഈൽഡ് എന്ന് പറയുന്നത്. ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ത്രൂപുട്ട് കാണാനുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഇൻറ്റു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. ഇനി ഇതിൽ നമുക്ക് ഏതൊക്കെ കളയാം, ഈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈമും ഈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈമും കൂടെ കട്ട് ചെയ്തു പോവും. ടോട്ടൽ യൂണിറ്റും നമുക്ക് പോയി. അപ്പോൾ പിന്നെ ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ, ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇത്രയാണ് നമുക്ക് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഏത് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്, ത്രൂപുട്ട് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം, ടെക്സ്റ്റിൽ തന്നെയാണ്. എക്സാമ്പിൾ 4 നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ത്രൂപുട്ട്. നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം 80,000 അവേഴ്സ് ആണ്. വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം 20,000 അവേഴ്സ് ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ് 1,00,000 ടൺസ് ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് പ്രൊഡക്ഷൻ മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ്. അപ്പോൾ ഇവിടെ ഗുഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 88,000 ടണ്ണാണ്. ദെൻ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് ത്രൂപുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം തന്നിട്ടുണ്ട്, വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം തന്നിട്ടുണ്ട്, പിന്നെ ടോട്ടൽ യൂണിറ്റ് അഥവാ ടോട്ടൽ ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ് തന്നിട്ടുണ്ട്,
ദെൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഗുഡ് യൂണിറ്റും നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ ഈ ആ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് അതങ്ങോട്ട് കൊടുക്കാം. ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി ഇൻറ്റു പ്രോസസ് പ്രൊഡക്ടിവിറ്റി ഇൻറ്റു പ്രോസസ് ക്വാളിറ്റി yield ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിലെ മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വാല്യൂ ആഡഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിലെ വാല്യൂ ആഡഡ് പ്രോസസ്സിങ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് 20,000 ആണ്. ദെൻ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 80,000 ആണ്. ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് 1 lakh ആണ്. വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം 20,000 ഇൻറ്റു ഗുഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 88,000 ആണ്. ടോട്ടൽ യൂണിറ്റ് 1 lakh ആണ്. ദെൻ 20,000ഉം 20,000ഉം പോയി, 1 lakhഉം 1 lakhഉം പോയി. ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 88,000 ഡിവൈഡഡ് ബൈ 80,000. 88,000 ഡിവൈഡഡ് ബൈ 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് തന്നെ നമുക്ക് ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു ഏത് കൊടുത്തിട്ട് ചെയ്താൽ മതി നിങ്ങൾ, ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആ ഇക്വേഷൻ വെച്ച് ഇങ്ങനെ നിരത്തി പിടിച്ച എല്ലാ ഇക്വേഷനും എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെയും ചെയ്താൽ മതി. അത് ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി. ടോട്ടൽ ടൈം അല്ലേ, അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് എന്ത് എഴുതാം, 88 ഡിവൈഡഡ് ബൈ 80,000 ഈക്വൽ ടു 1.1. ഇത്രയും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബോട്ടിൽ നെക്ക് ആൻഡ് ഓവർ ഹെഡ് ആട്രിബ്യൂഷൻ പറഞ്ഞു. അതിലെ എഫിഷ്യൻസി പെർസെൻറ്റേജും ലേബർ എഫിഷ്യൻസി പെർസെൻറ്റേജും കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രൂപുട്ട് അല്ലേ, മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസിയും പ്രോസസ്സിങ് പ്രൊഡക്ടിവിറ്റിയും പ്രോസസ് ക്വാളിറ്റി yield വെച്ചിട്ട് ത്രൂപുട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.